അങ്ങനെ സംഭവിച്ചു പോയതിൽ, യാദൃച്ഛികമായി സംഭവിച്ചു പോയതിൽ ഐ ഫെൽറ്റ് സോ സോറി പറയാണ്. ആസിഫ് വന്നിട്ട് എനിക്ക് മൊമെൻറ്റോ തരുന്നു. അപ്പോൾ ആസിഫ് കൊണ്ടുവരുന്ന മൊമെൻറ്റോ എനിക്കാണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല. കാര്യം ആസിഫ് നേരെ സ്റ്റേജിലേക്ക് കയറി എന്നെ വിളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോവുമായിരുന്നു. ആസിഫ് നേരെ സ്റ്റേജിൽ വന്നിട്ട് സാറിന് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയിരുന്നു. അത് ഞാൻ വാങ്ങിച്ചു ആസിഫിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടെ എൻ്റെ കൂടെ വന്നാൽ നന്നായിരിക്കും. അദ്ദേഹത്തിനും കൂടെ വിളിക്കുന്നു. അപ്പോൾ ആസിഫ് ആ സമയത്താണ്, ആ മൂമെൻറ്റിലാണ് ആസിഫ് അവിടെ നിന്ന് പിന്നോട്ട് മാറി. എന്റെ കയ്യിൽ അവനെ കിട്ടി, ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. താങ്കളോട് ചിരിക്കുന്ന ആസിഫലിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല താങ്കൾ. താങ്കളുടെ മുഖത്തൊരു ദേഷ്യമുണ്ട്, ഒരു രോഷമുണ്ട്. ഞാൻ ജയരാജിൻ്റെ കയ്യിലേക്ക് ഞാനിത് കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിട്ടാണ് റിസീവ് ചെയ്തതാണ്. ഇല്ല ശ്രീ രമേശ് സാർ, അങ്ങനെയാണെങ്കിൽ ആ റിസീവ് ചെയ്യുന്നതിൽ താങ്കൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. താങ്കളുടെ മുഖം മനുഷ്യനെ താഴ്ത്തിക്കെട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്, തീരെ പിടിക്കുന്നില്ല. ഭാവമായിരുന്നു താങ്കളുടെ മുഖത്ത്. ക്യാമറ അതും ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ട കാര്യമല്ലേ. അല്ല, അതിൻ്റെ ഒരു ജനങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല. അത് നിങ്ങളത് വേറൊരു തിരിച്ച രീതിയിൽ എടുക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. താൻ ഇനി ഇവിടെ കടന്നു ചൊറിഞ്ഞ തന്റെ പിത്ത കവിളിൽ കത്തി കുത്തി ഇറക്കി നാക്കരിഞ്ഞ പട്ടിക്കിട്ട് കൊടുക്ക. ഇത് വേറൊരു രീതിയിൽ ഒരിക്കലും എത്തിക്കരുത്. പിന്തുണയ്ക്കുക എന്നല്ല, ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പറഞ്ഞല്ലോ. തെറ്റെല്ലാവർക്കും സംഭവിക്കും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവിടെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് പേർപ്പസ്ലി ഞാൻ ചെയ്തതല്ല ഇത്. വേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യം. ജയരാജ് വരുമ്പോഴേക്കും താങ്കളുടെ മുഖം മാറുകയാണ്, താങ്കൾക്ക് ചിരിക്കാൻ സാധിക്കുന്നു, താങ്കൾ പഴയ വിഷമം മറക്കുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പറഞ്ഞല്ലോ, അബദ്ധം പറ്റിയതാണ്. അപ്പൊ തന്നെ സോറി പറഞ്ഞു, പിന്നെയും സോറി. ആസിഫിനെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. വായിൽ നല്ല നുണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. ഞാൻ ഡൗൺ ടു എർത്താണ് മാഡം. ഞാനങ്ങ് മുകളിൽ കിടക്കുന്ന ആളൊന്നും അല്ല. നിങ്ങൾ വിചാരിക്കണ്ട പണ്ഡിറ്റ് രമേശ് നാരായണൻ തന്നെ വലിയ സംഭവം എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് മാനസികമായി ഫീൽ ചെയ്തു പോയത്. തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് നമ്മൾ തെറ്റായ പ്രയോഗമാണ്. അദ്ദേഹം അപമാനിക്കപ്പെട്ടിട്ടേ ഇല്ല. ആ പൊതുവേദിയിൽ ആസിഫ് അലി കാണിച്ച പക്വത ശ്രീ രമേശ് നാരായണൻ കാണിക്കാൻ പറ്റാതെ പോയി. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എലിപ്പനി, ഡങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. ഞാൻ പോകുന്നു. ബൈ.